എന്നാലും ചേട്ടായിക്ക് വരെ തലക്കടിയും കിട്ടിയോ? ഇങ്ങനെയൊക്കെ മാറാനേ ഒരു രൂപയ്ക്ക് പോലും കണക്ക് വരുന്ന ചെകുത്താനാ ഈ കാണുന്നത്. മുഴുവൻ ഫ്രീ സർവീസ് നടത്തുന്ന ഓരോന്നാലോചിച്ച് അവൾ മുന്നോട്ട് നടന്നതും പെട്ടെന്ന് ആരുമായോ കൂട്ടിമുട്ടി. മുന്നിൽ നോക്കിയതും കണ്ടു ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. കണ്ടിട്ട് തിരുവോരം താമസിക്കുന്നവരാണെന്ന് തോന്നുന്നു. എന്താ വേണ്ടത്? ഉടുപ്പ് വേണം. കയ്യിലെ പൈസ ചുരുട്ടി പിടിച്ചുകൊണ്ട് ആൺകുട്ടി പറഞ്ഞതും ശ്രീകുട്ടി അവരെ കൂട്ടി മുന്നോട്ട് നടന്നു. സൈഡിലായുള്ള ഷോപ്പിലേക്ക് അവരെ കയറ്റിക്കൊണ്ട് ഡോറിനരികിൽ അവൾ നിന്നു. ഒരു കയ്യിൽ പൈസയും മറു കയ്യിൽ തൻ്റെ കുഞ്ഞനുജത്തെയും മുറുകെ പിടിച്ച് മുന്നോട്ട് നോക്കി. വിടർന്ന കണ്ണുകളോട് പോകുന്നവരെ നോക്കി നിന്നതും അവളുടെ കണ്ണുകളിൽ അവ്യക്തമായ പല കാഴ്ചകളും ഓടി മറഞ്ഞു. ഓരോന്ന് നോക്കി തൻ്റെ കയ്യിലുള്ള പൈസയും കൂടെ നോക്കും. അവൻ പിന്നെ തിരിച്ച് അവിടെ തന്നെ വയ്ക്കും. അവസാന നിരാശയോട് തിരികെ ഇറങ്ങുന്നവരെ അവൾ തൻ്റെ അരികിലേക്ക് വിളിച്ചു. അവരെ കൂട്ടി ഷോപ്പിലേക്ക് നടന്നു. അവർ നോക്കി വെച്ച ഡ്രസ്സ് എടുത്ത് കയ്യിൽ കൊടുത്തു. വേണ്ട ചേച്ചി, കയ്യിൽ പൈസയില്ല, അവൻ പറഞ്ഞുകൊണ്ട് തലയായിത്തി. ശ്രീ അവനെ നോക്കി കണ്ണ് ചിമ്മി കുറച്ചധികം ഡ്രസ്സ് അവർക്ക് വേണ്ടി പാക്ക് ചെയ്തു. അവൻ്റെ കയ്യിൽ കൊടുത്തു. ചെറിയ പെൺകുഞ്ഞിൻ്റെ കണ്ണിലെ സന്തോഷം മാത്രം മതിയായിരുന്നു ശ്രീകുട്ടിയുടെ ഉള്ളു നിറയാൻ. അവൾ അവരെ സ്നേഹത്തോടെ യാത്രയാക്കി. ക്യാമറയിലൂടെ ഇതൊക്കെ കണ്ട കണ്ണൻ്റെ ചുണ്ടിലും വിരിഞ്ഞു മനോഹരമായൊരു ചിരി. ഇടയ്ക്ക് ഫോണിൽ നിന്നും തലയോർത്തി ആഷ് കാണുന്നത് ചിരിച്ചിരിക്കുന്ന കണ്ണനെയാണ്. അവൻ്റെ കണ്ണുകൾ കണ്ണൻ്റെ മുഖമാകെ അലഞ്ഞു. നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടികൾ ഇടയ്ക്കിടെ കൈകൊണ്ട് മാറ്റുന്നുണ്ട്. ചെറുതായി വിയർപ്പ് പൊടിഞ്ഞു. മുഖമാകെ ചുവന്ന് കിടക്കുന്നു. വല്ലപ്പോഴും വീണ് കിടക്കുന്ന ആ ചിരി അവനെ കൂടുതൽ ഭംഗിയാക്കി. യാഷിൻ്റെ ചുണ്ടിൽ കുസൃതി ചിരി വിരിഞ്ഞു. അവൻ എഴുന്നേറ്റു. കണ്ണിൻ്റെ അരികിലേക്ക് പോയി അവൻ്റെ പിന്നിലായി നിന്നു. അവൻ്റെ കഴുത്തിലൂടെ കൈ ചുറ്റി നാവ് കൊണ്ട് കഴുത്തിലൂടെ അയച്ചു. യാഷ്, വേണ്ട, നല്ലതിനാവില്ല. കണ്ണുകൾ അടച്ചുകൊണ്ട് കണ്ണൻ പറഞ്ഞതും യാഷ് അത് കേൾക്കാത്തതുപോലെ തൻ്റെ പ്രവൃത്തി തുടർന്നു കൊണ്ടിരുന്നു. കഴുത്തിൽ നിന്നും അവൻ്റെ നാവ് ചെവിക്കടിയിലേക്ക് നീങ്ങിയതും ഒറ്റ വലിക്ക് കണ്ണയാഷിനെ തൻ്റെ മടിയിലേക്ക് വലിച്ചിട്ടു. അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൂത്തി അമർത്തി കടിച്ചു. വേദന സഹിച്ച് പിടിച്ചു. യാഷ് അങ്ങനെ കിടന്നു. കണ്ണൻ വിടാൻ ഭാവമില്ലാതെ അങ്ങനെ നിന്നു. കണ്ണിട്ട ഉറക്കെയുള്ള വിളി കേട്ടതും ഞെട്ടിപ്പോയി അവർ. മുന്നിലിടുപ്പിൽ കൈകുത്തി നിൽക്കുന്ന ശ്രീകുട്ടി. അതെ, മനുഷ്യരെ നാണം വേണം ഇച്ചിരി. ദേ, എനിക്ക് പറ്റിയ ചെക്കിനെ കണ്ടുപിടിച്ച് എനിക്കിപ്പോൾ തന്നെ പ്രേമിക്കണം. നിങ്ങളെ കണ്ട് എനിക്ക് പ്രേമിക്കാൻ മുട്ടി നിൽക്കുക. വലിയ കാര്യത്തിൽ പറയുന്ന ശ്രീകുട്ടിയെ നോക്കി ചിരിയടക്കി അവർ ഇരുന്നു. മോളാദ്യം കുറച്ച് ധൈര്യം ഉണ്ടാക്കി വാ, എന്നിട്ട് നമുക്ക് പ്രേമിക്കാവേ. യാഷ് അവളുടെ തലയിൽ കൊട്ടി. അതെ, എവിടെയുള്ള ധനേഷേട്ടൻ എങ്ങനെയുണ്ട്? പുള്ളിയൊന്ന് വളച്ചാലോ? ശ്രീകുട്ടി സ്വകാര്യം പോലെ ചോദിച്ചു. ദിനേശിൻ്റെ പേര് കേട്ടതും യാഷിൻ്റെയും കണ്ണൻ്റെയും കണ്ണുകൾ വിടർന്നു. അതെന്താ അങ്ങനെ? അവൻ കറുത്തിട്ടല്ലേ? നീയല്ല പറയാറ് വെളുത്ത സുന്ദരനെ മതിയെന്ന്. യാഷ് അവളെ നോക്കി പുച്ഛിച്ചു. അതപ്പോൾ പറഞ്ഞല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, ആ ഏട്ടനകട നല്ല ഭംഗിയാ, ഒരു പ്രത്യേക രസം. യാഷേട്ടൻ്റെ കസിനല്ലേ, പുള്ളിക്കാരെ എങ്ങനെ സെറ്റാവും? അവനൊരു പാവം പിടിച്ചവനാ. അമ്മയും 2 അനിയത്തിയും അവനും. ഇനി അവൻ വളയോ തിരിയോതൊന്നും എനിക്കറിയില്ല. എന്നാ പിന്നെ ഇതങ്ങ് ഉറപ്പിച്ചു. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, വീഴുമോ ഒന്ന്. ദേ ശ്രീകുട്ടി, കുരുത്തേക്കിടന്ന് ഒപ്പിക്കരുത് കേട്ടല്ലോ. കണ്ണം പറഞ്ഞതും ഇളിച്ചുകൊണ്ടവൾ പുറത്തേക്കിറങ്ങി. ഓഹോ, സ്വന്തം പെങ്ങളെ എന്ത് ചെയ്താലും ഒന്നുമില്ല, ബാക്കിയുള്ളവരുടെ അന്യത്തിമാർ എന്തെങ്കിലും ചെയ്താ അടിയിടി. ഇതെവിടത്തെ ന്യായം? ഇവിടത്തെ എൻ്റെ മാത്രം. നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? കണ്ണൻ്റെ മുഖം മാറിയതും യാഷ് അടങ്ങി നല്ല കുട്ടിയായി നിന്നു. മിന്നു, നീ വരുന്നുണ്ടോ? ഇല്ലേ? വേണ്ട ചിന്നു, ആരെങ്കിലും കണ്ട പ്രശ്നമാവും. കുറച്ച് ദിവസത്തിന് നീ അടങ്ങ്. പറ്റില്ല, എനിക്ക് പോയേ പറ്റൂ. നിനക്ക് വരാൻ പറ്റുമെങ്കിൽ വാ. ഇല്ല, എനിക്ക് പേടിയാ. മിന്നു കരച്ചിലിൻ്റെ വക്കോളം എത്തിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് കട്ട് ചെയ്തു. വിജയുടെ കൂടെ പോവാൻ നിൽക്കുവാണ് ചിന്നു. മിന്നുവിനെ കൂടെ കൂട്ടാൻ അവൾ ശ്രമിക്കുന്നുണ്ട്. മിന്നുവാണെങ്കിൽ പേടി കൊണ്ട് പിന്മാറുകയാണ്. നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ വൈകിട്ട് അമ്പലത്തിൽ വരാൻ പറയും. അതാകുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയല്ലേ. ഇത് വേണ്ടടി. മിന്നു അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. യാഷിൻ്റെയും കണ്ണൻ്റെയും സംസാരത്തിൽ നിന്നും വിജയ അത്ര നല്ല ആളല്ല എന്ന് മിന്നുവിന് തോന്നിയിരുന്നു. അവസാനം പറഞ്ഞു മിന്നുവളുടെ മനസ്സ് മാറ്റി.
ശേഷം ചിന്നുവിനെ കൊണ്ട് അമ്പലത്തിലേക്ക് അവനോട് വരാൻ സമ്മതിപ്പിച്ചു. ഛേ, നീ എത്ര നാളിങ്ങനെ വഴുതി പോവും? വീട്ടില്ല ഞാൻ. അധികം വൈകാതെ തന്നെ എന്നിലേക്ക് വരും. അന്ന് നിന്റെ അവസാനമായിരിക്കും. കയ്യിലുള്ള ഫോൺ ചുമരിലേക്ക് എറിഞ്ഞുകൊണ്ട് വിജയ് തൻ്റെ ദേഷ്യം അടക്കി. വൈകിട്ട് അമ്പലത്തിലെ വഴിയോരത്ത് നിൽക്കുവാണ് ചിന്നുവും മീനും. മീൻ ഒരുപാട് ചിന്നുവിനെ തടയാൻ ശ്രമിച്ചെങ്കിലും ചിന്നു അത് ചെവി കൊണ്ടില്ല. ഇനി താനിതിന് കൂട്ടുനിൽക്കില്ലെന്ന് കട്ടായം പറഞ്ഞുകൊണ്ട് വന്നതാണ് മീനു. ദൂരെ നിന്നും തങ്ങളുടെ അടുക്കിലേക്ക് വരുന്ന വിജയെ നോക്കി സന്തോഷത്തോടെ നിന്ന് ചിന്നു. അത്ര നാൾ കൂട്ട് വന്ന പോലെയല്ല. മീനുവിനെ കാണുമ്പോൾ വെറുപ്പ് തോന്നി. കുറേ നേരം വന്നിട്ട് സോറിഡോ, പക്ഷെ തിരക്കായിപ്പോയി. അത് സാരില്ല ചേട്ടാ, ഇനിയിപ്പോൾ എപ്പോഴും കാണാൻ കഴിയുക? വീട്ടിലാകെ പ്രശ്ന, ചിന്നു വിഷമത്തോടെ പറഞ്ഞു. വിജയുടെ നോട്ടം ഇടയ്ക്കിടെ തന്നിൽ പാറി വീഴുന്നത് മീനു അറിയുന്നുണ്ടായിരുന്നു. അവൾക്ക് വെറുപ്പ് തോന്നി. അവനോടുള്ള അന്ധമായ പ്രണയത്തിൽ ചിന്നു അതൊന്നും കാണുന്നില്ലായിരുന്നു. ചിന്നു, വേഗം സംസാരിക്കും, ആരെങ്കിലും കാണും. മീനു ധൃതി കൂട്ടി. കണ്ണനും യാഷും സോഫയിലിരിക്കുകയാണ്. എതിർവശത്ത് ശ്രീകുട്ടിയുണ്ട്. അവൾ താടിക്ക് കൈ കൊടുത്ത് ഓരോന്ന് പിറുപിറുക്കുന്നുണ്ട്. എന്നാലും കണ്ണേട്ടാ, എന്നെ കാണാൻ കൊള്ളില്ലേ? വിവരം, വിദ്യാഭ്യാസം, സൗന്ദര്യമില്ലേ? എന്നിട്ട് അയാൾ ചാടിക്കറി താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ? സംഭവം നേരത്തെ കൊച്ചു ധനീഷിനോട് ഇഷ്ടം പറയാൻ ചെന്ന് ചില സമയത്ത് പേടിത്തൊണ്ടിയാണെങ്കിലും ചില സമയം അവൾ നല്ല ധൈര്യശാലിയാണ്. അവൾ നേരിട്ട് ധനീഷിനോട് കാര്യം അവതരിപ്പിച്ചതും അവനപ്പം തന്നെ റിജക്ട് ചെയ്തു. യാഷ് കണ്ണനെ നോക്കി. അവൻ്റെ ശ്രദ്ധ ഇവിടെ ഒന്നുമല്ല, കയ്യിലുള്ള ലാപ്പിലാണ്. യാഷ് ശ്രീകുട്ടിക്ക് നേരെ തിരിഞ്ഞു. മോൾ ശ്രീകുട്ടി, സമയം ഒരുപാടുണ്ടല്ലോ, കാത്തിരിക്ക്. പിന്നെ നിന്റെ മനസ്സിൽ എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കും. പ്രായത്തിൻ്റെ അടുത്ത് ചാട്ടാവരുത്. അവളുടെ തലയിൽ കൊട്ടിക്കൊണ്ട് യാഷ് എഴുന്നേറ്റ് പോയി. ദിവസങ്ങൾ പലതും ഓടി മറഞ്ഞു. അതിനിടയിൽ ചിന്നുവും മീനുവും തമ്മിൽ ഒന്നുരസി. ആരും കാണാതെ ചിന്നു വിജയെ കണ്ടുകൊണ്ടിരുന്നു. താൻ പറയുന്നത് കേൾക്കാത്തത് കൊണ്ട് തന്നെ മീനു ഇപ്പോൾ ചിന്നുവുമായി അത്ര അടുപ്പത്തിലല്ല. ശ്രീകുട്ടി അവളുടെ ക്ലാസ്സുമായി മുന്നോട്ട് പോയി. ദിനേശിൻ്റെ കാര്യം അവൾ വിട്ടു. ഇപ്പോൾ പഠനമാണ് തനിക്ക് ആവശ്യം എന്ന തിരിച്ചറിവിൽ യാഷും കണ്ണൻ ഒരു മാറ്റവുമില്ലാതെ ഇണക്കങ്ങളും പിണക്കങ്ങളുമായി പോകുന്നു. ഇതിനിടയ്ക്ക് ശത്രുക്കളെ സമ്പാദിക്കാൻ അവർ മറന്നില്ല. മാളിൻ്റെ പ്രോഫിറ്റ് അവർ വിചാരിച്ചതിലും പുറത്തേക്ക് കടന്നു. അതും മറ്റുള്ള സ്ഥാപനങ്ങൾക്കുള്ള അടിയായിരുന്നു. സത്യസന്ധമായി ജോലി ചെയ്യുന്ന എല്ലാവരെയും കാണുമ്പോൾ കണ്ണനൊരു മതിപ്പ് തോന്നും. അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരുടെയും സാലറി കൂട്ടിക്കൊടുത്തു. വിശപ്പിൻ്റെയും പണത്തിൻ്റെയും വില അറിയുന്നവർ ആയതുകൊണ്ട് തന്നെ 100% തങ്ങളുടെ ജോലിയിൽ നീതി പുലർത്തിയിരുന്നു തൊഴിലാളികൾ. അച്ഛനും അമ്മയും ഇടയ്ക്കിടെ യാഷിനെ കാണാൻ വരും. ഇടയ്ക്കിടെ ഇവർ 3 പേരും തറവാട്ടിൽ പോയി നിൽക്കാറുണ്ട്. ആദ്യമായി ശ്രീകുട്ടിയും മീനും തമ്മിൽ ഒരടുപ്പം സൃഷ്ടിക്കാൻ കഴിഞ്ഞു. കിടക്കാനായി മുറിയിലേക്ക് വന്നതാണ് യാഷ്. കണ്ണൻ ലാപ്പിലാണ്. യാഷിന് ദേഷ്യം വരാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ അവനെ കാത്തിരുന്നു. താൻ ഉറങ്ങിപ്പോവും. ഓഫീസിൽ ചെന്ന അവിടെയും ഇത് തന്നെ അവസ്ഥ. കാര്യമായി എന്തോ ഒരു വർക്കിലാണ് കണ്ണൻ എന്നവന് മനസ്സിലായി. പക്ഷെ അംഗീകരിച്ച് കൊടുക്കാൻ തയ്യാറായില്ല. അവൻ നേരെ ബാത്റൂമിൽ കയറി ഫ്രഷായി ഡ്രസ്സ് മാറി. കയ്യിലുള്ള ബാഗിൽ തൻ്റെ ഡ്രസ്സും ആവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു തോളിലേക്കിട്ടു. പാവം കണ്ണൻ ഇതൊന്നും അറിയാതെ കാര്യമായ വർക്കിലാണ്. കണ്ടടാ പട്ടി, അതിലെങ്ങ് പെറ്റി കിടന്നു. പിറുപിറുത്തുകൊണ്ട് ശക്തമായി ഡോറടിച്ചു. മുറി വിട്ടിറങ്ങി. ഡോറടിയുന്ന ശബ്ദം കേട്ടതും കണ്ണനും തലയോർത്തി നോക്കി. ശേഷം പുറത്തേക്കും. മഴ പൊടിയുന്നുണ്ട്, കാറ്റിലടഞ്ഞതാവും എന്ന് കരുതി അവൻ ലാപ്പ് താഴെ വെച്ച് എണീറ്റു. മൂരി നിവർന്നു. ശേഷം ഒന്നുകൂടെ ലാപ്പിലേക്ക് നോക്കിയതും സക്സസ് എന്ന് എഴുതി കാണിച്ചതും അവനൊന്ന് ചിരിച്ച് ബെഡിലേക്ക് വീണു. കുറച്ച് ദിവസങ്ങളായുള്ള തൻ്റെ കഷ്ടപ്പാടിന് ഫലം കിട്ടിയിരിക്കുന്നു. താഴെ നിന്നും എന്തോ ബഹളം കേട്ടവൻ ഡോർ തുറന്നു. ചാടി എണീറ്റ് പോയി. ഏട്ടാ, എങ്ങോട്ട് ഈ മഴയത്ത്? ഇത് പെണ്ണെ, വയന്ന് മാറ്. ഞാൻ എങ്ങോട്ട് പോയി, നിനക്കെന്താ? ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരും. അവളെ പിടിച്ചു മാറ്റി ഡോർ തുറന്നു. എന്തോ ഓർത്തുകൊണ്ട് കണ്ണ റൂമിലേക്ക് പാഞ്ഞു. സ്വയം ഒന്ന് നോക്കി. ഒരു ഷോർട്ട്സ് ആൻഡ് ടീഷർട്ടാണ് വേഷം. ശേഷം കയ്യിൽ കിട്ടിയതൊക്കെ ബാഗിൽ നിറച്ചു. ബാൽക്കണി വഴി താഴേക്ക് ചാടിയവൻ, ഇതാ പെണ്ണി, അങ്ങോട്ട് പറയണം ഞാൻ പോയെന്ന്. അതിനങ്ങർക്ക് അറിയോ എന്തോ ഇങ്ങനെയാൾ ജീവിച്ചിരിപ്പുണ്ടോന്ന്. ശ്രീകുട്ടി ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഇടയ്ക്കിടെ കണ്ണേട്ടിനും യാഷും തമ്മിൽ തെറ്റുമ്പുള്ള പതിവാണ്. ഈ യാത്ര 2 ദിവസത്തിലധികം നീളില്ല. അതോർത്ത് അവൾ ഡോറടിച്ച് തൻ്റെ റൂമിലേക്ക് പോയി. യാഷ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും മഴ നന്നായി പെയ്തിരുന്നു. അവനിറങ്ങി വീടിന് സൈഡിലേക്ക് നടന്നു. അവിടെ റാക്കിൽ തൂക്കിയിട്ട റെയിൻകോട്ട് എടുത്തിട്ടു. ബൈക്കിലേക്ക് കയറി. ഗേറ്റ് കടന്നു. മുന്നിൽ തടസ്സം പോലെ എന്തോന്ന് കണ്ണെന്ന് ചിമ്മി തുറന്ന് ആരെയും കണ്ടില്ല. ബൈക്ക് എടുത്തതും തൻ്റെ അരയിലൂടെ ചുറ്റിയ കൈകൾ അവനൊന്ന് വിറച്ചു. ഒന്നുകൂടെ കണ്ണൻ അവനിലേക്ക് അടുത്തിരുന്നു. യാഷിൻ്റെ ചുണ്ടിൽ ആരെയും മയക്കുന്ന പുഞ്ചിരി വിരിഞ്ഞു.
അതേ ചിരിയോടെ അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. മൗനമായി മഴയുടെ സംഗീതം ആസ്വദിച്ചുകൊണ്ട് അവരുടെ യാത്ര തുടർന്നു. മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് മഴ ശക്തമായി പെയ്തുകൊണ്ടിരുന്നു. അപ്പോഴും അവർക്കിടയിൽ മൗനം തളം കെട്ടി. ശരിക്കും യാഷിന് ഡ്രൈവ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതൊന്നും വകവയ്ക്കാതെ അവൻ്റെ വാശി മുന്നേറി. ഇടയ്ക്കിടെ സ്ലിപ്പാകുന്ന വണ്ടിയിൽ നിന്നും കാര്യം കണ്ണിന് മനസ്സിലായി. അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. അവൻ്റെ കണ്ണുകൾ ചുറ്റിലും പാഞ്ഞു. കയറി നിൽക്കാനിടം പോലും കാണുന്നില്ല. പതിയെ പതിയെ യാഷ് വിറയ്ക്കാൻ തുടങ്ങി. ഇനിയും മുന്നോട്ട് പോയ ശരിയാവില്ലെന്ന് തോന്നിയതും യാഷ് ഒരു സൈഡിലായി ബൈക്ക് നിർത്തി കണ്ണടച്ചിരുന്നു. കണ്ണിനിറങ്ങിക്കൊണ്ട് അവന് മുന്നിൽ വന്നു നിന്നു. ഇടയ്ക്കിടെ മിന്നിക്കത്തുന്ന സ്ട്രീറ്റ് ലൈറ്റ് മാത്രമേ അവിടെയുള്ളൂ. കണ്ണൻ അവനെ നോക്കി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ലൈറ്റ് ഇട്ടു. അതിനടുത്ത് നിന്നു. കണ്ണുകൾ പതിയെ തുറന്ന യാഷിൻ്റെ കണ്ണുകൾ കണ്ണൻ്റെ കണ്ണുകളുമായി ഉടക്കി. പിരികം പൊക്കി എന്താണെന്ന് ചോദിച്ചതും യാഷ് ചുമ്മൽ കൂച്ചി. കഴിഞ്ഞു പരാക്രമണം? കൈകെട്ടി ഗൗരവത്തോട് ചോദിക്കുന്നവനെ നോക്കിക്കൊണ്ട് ഇളിച്ചു കൊടുത്തു യാഷ്. യാഷ് ബൈക്കിൽ നിന്നും ഇറങ്ങി കണ്ണൻ്റെ അടുത്തേക്ക് പോയി നിന്നു. മഴ നനയുന്നില്ല എന്ന് കണ്ടതും യാഷ് മുകളിലേക്ക് ചുറ്റും നോക്കി. വലിയൊരു മരം പന്തലിട്ട് നിൽക്കുന്നു. കുറച്ച് പഴക്കം കാണും. നിറയെ ഇലകളും മറ്റുമുള്ളത് കൊണ്ട് മഴ നനയുന്നില്ല. മുഖം തുടച്ച് അവൻ കോട്ടൂരി ബൈക്കിന്റെ മുകളിൽ വെച്ചു. മരത്തിന്റെ അടുത്തേക്ക് ഒന്നുകൂടെ നീങ്ങി നിന്നു. തലകുടഞ്ഞു നേരെ നോക്കിയതും കണ്ണനും അവൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു. കയ്യിലുള്ള സിഗരറ്റ് എടുത്തു കത്തിച്ച് വായിൽ വെച്ചു യാഷ്. പുകപ്പുറത്തേക്ക് വിടാൻ നോക്കുമ്പോഴേക്കും അവൻ്റെ ഷർട്ടിൽ പിടി വീണിരുന്നു. ഒറ്റ വലിക്ക് അവനെ തന്നോട് ചേർത്തു. അവൻ്റെ ചുണ്ടുകളിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചു. കണ്ണൻ കണ്ണുകൾ അടച്ചിരിവരും ചുംബനത്തിൽ ലയിച്ചു നിന്നു. യാഷിൻ്റെ കയ്യിലുള്ള സിഗരറ്റ് താഴെ വീണു. കൈകൾ യാന്ത്രികമായി കണ്ണൻ്റെ ഇടുപ്പിലൂടെ മുറുകി. ചുറ്റുമുള്ളതെല്ലാം വിസ്മരിച്ചുകൊണ്ട് കണ്ണൻ അവൻ്റെ ചുണ്ടുകളിൽ നിന്നും മധുരം പകർത്തെടുക്കുകയായിരുന്നു. മതിവരുവോളം ചുണ്ടിലെ മധു നുകർന്നു. ശ്വാസം വില്ലനായത് കിതച്ചുകൊണ്ട് വിട്ടുമാറി. പിണക്കം മാറിയോ? തൻ്റെ ശരീരം മുഴുവനും യാഷിൻ്റെ മേലമർത്തിക്കൊണ്ട് കണ്ണൻ ചോദിച്ചതും യാഷ് ഒന്ന് കണ്ണ് ചെമ്മി. എന്നവാ തിരികെ പോകാം. യാഷ് ഇല്ലെന്ന് തലയാട്ടി. കണ്ണൻ്റെ നെറ്റി ചുളിഞ്ഞു. യാഷ് അവൻ്റെ ഇടുപ്പിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്തി. ഒരു കാര്യത്തിന് ഇറങ്ങിയ അത് പൂർത്തിയാക്കിയിട്ടേ മടക്കുള്ളൂ. അവൻ്റെ ചുണ്ടുകൾ ഞെരിച്ചുകൊണ്ട് യാഷ് പറഞ്ഞതും കണ്ണൻ അവനെ ഉറ്റുനോക്കി. ലെറ്റ്സ് ഗോ. മഴ അല്പം കുറഞ്ഞതും കണ്ണൻ ബൈക്ക് എടുത്തു. യാഷ് പിന്നിൽ കയറി അവന് മുറുകെ പുണർന്നു. ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം യാഷ് പറഞ്ഞത് വെച്ച് അവരൊരു ഗ്രാമത്തിലെത്തി. അപ്പോഴേക്ക് നേരം വെളുത്തിരുന്നു. അടഞ്ഞു കിടക്കുന്ന ചെറിയ വീടിൻ്റെ ഡോർ തുറന്നുകൊണ്ട് യാഷ് അകത്തേക്ക് കയറി. കൂടെ കണ്ണനും. കണ്ണൻ ചുറ്റിലൊന്ന് നോക്കി. ആഹാ, അപ്പം മോന് വേൾഡ് ടൂർ എന്ന് പറഞ്ഞ് എന്നോട് പിണങ്ങുമ്പോൾ ഇങ്ങോട്ടാണല്ലേ വരാറ്? ഒന്ന് മോര് നിവർന്നുകൊണ്ട് കണ്ണൻ ചോദിച്ചതും യാഷ് അവൻ്റെ കയ്യിലേക്ക് ഒരു കപ്പ് കൊടുത്തു. നല്ല ചൂടുള്ള കോഫി. ചെറുതായിട്ട് മഴ പൊടിയുന്നു. തണുപ്പുള്ള അന്തരീക്ഷത്തിൽ ജനാലക്കരികിൽ നിന്നും പുറത്തെ കാഴ്ചയിലേക്ക് കണ്ണൻ നട്ടുകൊണ്ട് കണ്ണൻ കോഫി കുടിച്ചുകൊണ്ടിരുന്നു. പാടത്തൂടെ വരി വരിയായി പോകുന്ന പണിക്കാരെ നോക്കി നിന്നവൻ സമയം 6:30 ഉള്ളൂ. തൻ്റെ കഴുത്തിൽ പതിന്ന ചൂടിൽ അവൻ തലവെട്ടിച്ചു. തിരിഞ്ഞു നോക്കിയതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. നഗ്നനായി നിൽക്കുന്ന യാഷ്. കണ്ണൻ്റെ ചുണ്ടിൽ കുസൃതി നിറഞ്ഞു. അവൻ്റെ യാഷിനായി മാത്രം വിടരുന്ന താടിയിൽ പിടിച്ച് തന്നെ നോക്കുന്ന കണ്ണനെ കാണി യാഷ് അവൻ്റെ അടുക്കലേക്ക് വന്നു. കണ്ണൻ എന്തോ പറയാൻ വന്നതും യാഷ് അവൻ്റെ വായ പൊത്തിപ്പിടിച്ചു. There is no time talk, my dear. I you weirdly. കണ്ണൻ തൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ച് തുറന്നു. കലങ്ങിച്ചു വന്ന അവൻ്റെ കണ്ണുകൾ കണ്ടതും യാഷിൻ്റെ ആവേശം കൂടി. യാഷ് തൻ്റെ വിരലുകൾ അവൻ്റെ നെറ്റിയിലൂടെ ചലിപ്പിച്ചു. മൂക്കിലൂടെ ചുണ്ടുകളിലെത്തിയതും അവിടെ അമർത്തി നെരിച്ചു. കണ്ണനൊന്ന് വിറച്ചു പോയി. അവയിൽ നിന്നും ആദ്യമായാണ് ഇങ്ങനൊന്ന് തുറന്ന് പറച്ചിൽ. സാധാരണ താൻ അവനെ ചെയ്യാത്തതൊന്നുമില്ല. തൻ്റെ ഓരോ വാക്കും പ്രവൃത്തിയും അവനിൽ നിറയ്ക്കുന്ന ആവേശം എത്രത്തോളമാണെന്നും ആ നിമിഷം കണ്ണന് മനസ്സിലാക്കി. യാഷ് കണ്ണൻ്റെ കീച്ചുണ്ടിനെ താഴ്ത്തി തൻ്റെ നാവ് കൊണ്ട് തഴുകിക്കൊണ്ടിരുന്നു. കണ്ണൻ്റെ കൈകൾ യാഷിൻ്റെ അരക്കെട്ടിൽ അമർന്നു. അറിയാതെ യാഷ് ഒന്ന് ഒച്ച വെച്ച് പോയി. കണ്ണൻ്റെ പെട്ടെന്നുള്ള ആക്രമണം യാഷ് പ്രതീക്ഷിച്ചില്ല. തൽഫലം വിട്ടുപോയ അവൻ്റെ ചുണ്ടുകൾ മറുത്തു. ചിന്തിക്കുന്നതിന് മുന്നേ കണ്ണൻ സ്വന്തമാക്കിയിരുന്നു. കണ്ണൻ്റെ ചുണ്ടുകളും കൈകളും നൽകുന്ന സുഖത്തിൽ യാഷ് പുലമ്പിക്കൊണ്ടിരുന്നു. കണ്ണൻ്റെ ചുണ്ടിൽ അമർത്തി കടിച്ചു യാഷ്. എന്നിട്ടും പിടിവിടാതെ കണ്ണൻ അവനെ ഉയർത്തി അടുത്തുള്ള റൂമിലേക്ക് കയറി അവനെ ബെഡിലേക്കിട്ടു. അവയിൽ നിന്നും പിന്മാറി യാഷ് അവനെ നോക്കിയതും കണ്ണൻ്റെ യാഷിൻ്റെ അവസാന വസ്ത്രമായ
ഷോർട്സ് അയച്ചു മാറ്റി. കൂടെ തൻ്റെ വസ്ത്രങ്ങളും. Now it's my turn. I want to draw a picture with my tone on every call of your. കണ്ണ് യാഷിൻ്റെ ചെവിയിലായി മന്ത്രിച്ചുകൊണ്ട് ചെവിയിൽ കടിച്ചു നുണഞ്ഞു. കഴുത്തിലും മുഖത്തുമായി അവൻ്റെ നാവുകൾ എഴിഞ്ഞു നീങ്ങി. യാഷിനെ പിടിച്ചു വയ്ക്കാൻ കഴിയാതെ വന്നതും അവൻ്റെ സിൽക്കാരമുയർന്നു. ഏറെ നേരത്തെ തൻ്റെ ചലനത്തിൽ നിന്നും തളർന്നു കണ്ണൻ അവൻ്റെ പുറത്തേക്ക് വീണതും യാഷ് കണ്ണുകൾ അടച്ചു കിടന്നു. വിയർത്ത് കുളിച്ച് കിതപ്പടക്കി അവർ അങ്ങനെ കിടന്നു. അല്പം കഴിഞ്ഞതും കണ്ണനൊന്നും മറിഞ്ഞു. തൻ്റെ മേലെ കയറ്റി കിടത്തി യാഷിനെ വാടി തളർന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കിടന്നു. യാഷ് അവന് നേരെ കണ്ണ് ചെമ്മി. താങ്ക്സ്. കണ്ണൻ്റെ ചുണ്ടുകൾ മുഴിഞ്ഞതും യാഷിൻ്റെ കണ്ണുകൾ കൂർത്തു. ഓഹ് സോറി. കണ്ണൻ നാവ് കടിച്ചുകൊണ്ട് പറഞ്ഞതും കടി വീണിരുന്നു. പ്രത്യേക സുഖത്തിൽ കണ്ണൻ അങ്ങനെ കിടന്നു പോയി. പോയ ഊർജം തിരിച്ചു കിട്ടിയ പോലെ തനിക്ക് കിട്ടിയ അതേ അളവിൽ കണ്ണിൻ്റെ മേലിൽ ചിത്രപ്പണികൾ തീർത്തു. അവസാനം തളർന്നുകൊണ്ട് അവൻ്റെ പുറത്തേക്ക് വീണതും അല്പനേരം അങ്ങനെ കിടന്നു. ശേഷം കണ്ണിനെ മറച്ചിട്ടു അവൻ്റെ കണ്ണിലേക്ക് നോക്കി. താങ്ക്സ് ബേബി. കിതപ്പോടെ പറയുന്നവനെ കാണി കണ്ണിന് ചിരി വന്നു. തന്നോട് പകരം വീട്ടിയതാണ് ചെക്കൻ. കണ്ണനൊരു ചിരിയോടെ അവനെ ചേർത്ത് പിടിച്ചു. നെറ്റിലാമർത്തി ചുംബിച്ചു. ഇരു ശരീരങ്ങളും ഒന്നുകൂടെ കൂടി ചേർന്നു. പരസ്പരം പുണർന്നു കിടന്നു.